അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം പ്രവാചക പിതാവായി എണ്ണപ്പെട്ട ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. പഴയ നിയമം ബൈബിളിൻ്റെ 1-ാം അധ്യായമായ ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 10-ാം സന്താന പരമ്പരയായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവതരിക്കുന്നത്. കൽദാനികളുടെ ഒരു ഗ്രാമമായിരുന്ന ഊർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഈ ഊർ എന്ന് പറയുന്ന ഗ്രാമം ഹലബി, അതായത് ആലപ്പോയിലാണെന്നും ഇറാഖിലെ ശ്രുതിപ്പെട്ട നദികളായ ടൈഗ്രീസിൻ്റെയും യൂപ്രട്ടീസിൻ്റെയും ഇടയിലായിരുന്നുവെന്നും ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഊർ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന അനേക ഗ്രാമങ്ങൾ പഴയ കാലത്ത് ഭൂലോകത്തുണ്ടായിരുന്നു. ഇപ്പം മലയാളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം, ഊര്, തിരൂര്, തൃശ്ശൂർ, മട്ടന്നൂർ, കാവനൂർ, അങ്ങനെ പോകുന്നു. അത് മലയാളത്തിൽ തന്നെ ആണ് ഇപ്പോൾ കൂടുതലുള്ളത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പുരാതന പേരായ ഉശലീം എന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇബ്രാഹിം എന്ന വാക്കിന് ദയാലുവായ പിതാവ് എന്നാണ് അർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പേരുമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ആസർ എന്നാണ് പേര്. ആസറിൻ്റെ പിതാവ് നാഹൂറും, നാഹൂറിൻ്റെ പിതാവ് ഷെറൂക്കും, ഷെറൂക്കിൻ്റെ പിതാവ് റാഹൂമും, റാഹൂമിൻ്റെ പിതാവ് ഫാലഹും, ഫാലഹിൻ്റെ പിതാവ് ആബിറും, ആബിറിൻ്റെ പിതാവ് സാമുമാണ്. സാമിൻ്റെ ഉപ്പയാണ് നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബീൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് സെമിറ്റിക് വംശം എന്നാണ് ഇവരെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ട് മൊത്തത്തിൽ പറയുന്നത്. നമ്മളൊക്കെ ഈ സെമിറ്റിക് വംശത്തിൽപ്പെട്ടവരാണ്, അറബികളൊക്കെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താറക്ക് എന്നയാളുടെ പുത്രനാണെന്നും ആസർ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനാണെന്നും പിതൃവ്യനെ അറബികൾ പിതാവായി പരിഗണിക്കാറുള്ളത് കൊണ്ട് ആസറിനെ അദ്ദേഹത്തിൻ്റെ പിതാവായി ഖുർആൻ പ്രസ്താവിച്ചതാണെന്നും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇബ്രാഹിം സ്വന്തം പിതാവായ ആസറിനോട് വിഗ്രഹങ്ങളെ അങ്ങ് ആരാധ്യ വസ്തുക്കളാക്കുകയാണോ, അങ്ങയും അങ്ങയുടെ ജനതയും പ്രത്യക്ഷമായ വഴികേടിലാണ് ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചതായി സൂറത്ത് അന്നാമിൽ പറയുന്ന വചനത്തിൻ്റെ പ്രത്യക്ഷ രൂപം കുറിക്കുന്നത് പോലെ ആസർ പിതാവ് തന്നെയാണെന്നുള്ള പ്രബല അഭിപ്രായങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അല്ലെങ്കിലും ഇനി അദ്ദേഹത്തിൻ്റെ പിതൃവ്യനാണ് എന്ന് വെച്ചാലും ഇദ്ദേഹം സാമിലേക്ക് മുട്ടുകയും അങ്ങനെ നൂഹ് നബിയിൽ എത്തിച്ചേരുന്ന പിതൃ പരമ്പരയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിൻ്റെ പേര് ലബൂന എന്നായിരുന്നു. നമ്രിൻ്റെ മകളായ ഔഫയായിരുന്നു മാതാവെന്നും ചിലർ പറഞ്ഞു കാണുന്നു.
മാതാവ് സത്യവിശ്വാസം അവലംബിച്ചിട്ടുണ്ടായിരുന്നുവെന്നും വിഗ്രഹാരാധകനായ ശത്രുക്കളെ ഭയപ്പെട്ടതുകൊണ്ട് തൻ്റെ വിശ്വാസം മറച്ചു വെക്കാൻ അവർ നിർബന്ധമായിരുന്നുവെന്നും കിസ്സകളിൽ പറയപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനിച്ച രാജ്യം ഹൂരാനായിരുന്നുവെന്നും ദിംഷിക്കിലെ ബസറ എന്നു പേരായ ഒരു ഗ്രാമമായിരുന്നുവെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അക്കാലത്ത് ബാബിലോണിയയിൽ രാജാവായിരുന്ന നമ്രൂദ് താനാണ് സർവ്വലോക രക്ഷിതാവ് എന്ന് വാദിക്കുകയും എല്ലാവരും തനിക്ക് ആരാധന ചെയ്യണമെന്ന് പ്രജകളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ബാബിലോണിയയിൽ ശക്തിമത്തായ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു. ആ കോട്ടയുടെ ഉയർന്ന ഗോപുരത്തിൽ നിന്നുകൊണ്ട് സർവ്വലോകനാഥനായ അള്ളാഹുവിനോട് പൊരുതി നോക്കാൻ അയാൾ ഉത്സാഹിച്ചു അത്രേ. ആകാശത്തിലേക്ക് ആരോഹണം ചെയ്യാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അക്കാലത്തെ ഗോളശാസ്ത്രജ്ഞന്മാരോട് അയാൾ ചോദിച്ചിരുന്നു. നമ്രൂദിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ജ്യോത്സ്യന്മാർ അയാൾക്ക് അതിന് ചില മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുവെങ്കിലും അവയൊന്നും പ്രായോഗികമായിരുന്നില്ല എന്ന് മആലിമ എന്ന ഗ്രന്ഥത്തിൽ താഴെ വരുന്ന പ്രകാരം പറഞ്ഞിരിക്കുന്നു. കന്നാൻ്റെ പുത്രനായ നമ്രൂദ് രാജാവിൻ്റെ രാജധാനി ബാബിൽ പട്ടണമായിരുന്നു. ഒരിക്കലെ പശ്ചിമ ചക്രവാളത്തിൽ തേജോമയമായ ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു. ചന്ദ്രപ്രഭയെ മറക്കുന്നതായി രാജാവിന് സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് വളരെ സങ്കടത്തോടെ അയാൾ പുറത്തിറങ്ങി ആകാശത്തിൽ പരിശോധിച്ചു. അനന്തരം ജ്യോത്സ്യന്മാരെ വരുത്തി ആ നക്ഷത്രത്തിൻ്റെ ഉദയകിരണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. അവർ സ്വപ്നത്തിന് ഇങ്ങനെ വ്യാഖ്യാനം നൽകി: ഒരു ഉയർന്ന കുടുംബത്തിൽ ഒരു ശിശു ജനിക്കാൻ അടുത്തിരിക്കുന്നു. ആ കുട്ടി രാജകൊട്ടാരങ്ങളെയും രാജാക്കന്മാരുടെ അധികാരത്തെയും നശിപ്പിക്കുന്നതായിരിക്കും. സൈന്യങ്ങളുടെ ശക്തിയെല്ലാം ആ കുട്ടിയുടെ കാരണത്താൽ നശിച്ചു പോകും. ആ കൊല്ലത്തിൽ ഒരു കുട്ടി ഭൂജാതനാകുമെന്നും ആ കുട്ടിയുടെ കാരണത്താൽ നമ്രൂദിൻ്റെ മതവും നിയമങ്ങളുമെല്ലാം ഭൂലോകത്ത് നിന്ന് തിരോധാനം ചെയ്യുമെന്നുമാണ് ആ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരുന്നതെന്ന മറ്റൊരു നിവേദനത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. ആ കുട്ടി അപ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിലാണോ അതല്ല പിതാവിൻ്റെ ബീജത്തിലോ ഇരിക്കുന്നതെന്ന് നമ്രൂദ് അവരോട് ചോദിച്ചു. അതുവരെയും ബീജം ഗർഭാശയത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് ജ്യോത്സ്യന്മാർ മറുപടി കൊടുത്തു. എന്നാൽ പിന്നെ അന്ന് മുതൽക്ക് പുരുഷന്മാർ സ്ത്രീകളെയും സ്ത്രീകൾ പുരുഷന്മാരെയും സമീപിച്ച് പോകരുതെന്നും അത് കാരണം ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും നമ്രൂദ് തൽക്ഷണം ഒരു കൽപ്പന പാസാക്കി. ആ കൽപ്പന നടപ്പിൽ വരുത്തേണ്ടതിന് അനവധി ഉദ്യോഗസ്ഥന്മാരെ രാജാവ് നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കുമായി നിയോഗിച്ചു. എങ്കിലും സർവശക്തനായ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം യഥാക്രമം നടന്നു. ഇബ്രാഹിം നബിയുടെ പിതാവായ ആസർ ഒരു രാത്രി ഭാര്യയെ സമീപിച്ചു. കാവൽ ഭടന്മാർക്ക് അത് അറിയാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ അന്ന് തന്നെ ഗർഭിണിയായി. നിശ്ചിതമായ ശുഭമുഹൂർത്തം ആസന്നമായപ്പോൾ ശിശു ജനിക്കുകയും ചെയ്തു. തൻ്റെ കൽപ്പന നാടെങ്ങും മുറപ്രകാരം നടക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥന്മാർ താങ്കളുടെ കൃത്യങ്ങൾ നിർവിഘ്നം നിറവേറ്റുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതിന് ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണ്ടതാണെന്നും ആ ഉദ്യോഗസ്ഥൻ ഏറ്റവും വിശ്വസ്തനായിരിക്കണമെന്നും നമ്രൂദിന് ആയുടെ അഭിപ്രായമുളവായി. ആസറിനോളം വിശ്വാസയോഗ്യനായി ആരുമില്ലെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. രാജാവ് ഉടൻ തന്നെ ആസറിനെ സ്വന്തം സന്നിധിയിൽ വരുത്തി ഏതെങ്കിലും സ്ത്രീ ഗർഭം ധരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ആസർ അന്ന് തന്നെ നിയമിതനായി. സ്ത്രീകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് ആരെങ്കിലും ഗൂഢമായിട്ടെങ്കിലും ശ്രമിച്ചാൽ തടസ്സപ്പെടുത്തണമെന്നും അദ്ദേഹത്തിനും സ്വപത്നിയുമായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ലെന്നും നമ്രൂദ് പ്രത്യേകം താക്കീത് ചെയ്തു. രാജാവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി ഉറച്ചുകൊണ്ട് പട്ടണത്തിൻ്റെ അകത്തും പുറത്തുമെല്ലാം ആസർ ശരിയായ ബന്ദോബസ്തുകൾ ഏർപ്പെടുത്തി. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആസറിന് തന്നെ സ്വന്തം ഭാര്യയുമായി സമ്മേളിക്കാൻ ആഗ്രഹമുണ്ടായി. അതിൽ നിന്ന് പിന്മാറാൻ ഒരു വിധത്തിലും അദ്ദേഹത്തിന് കഴിവുണ്ടായില്ല. ഒരു രാത്രി അദ്ദേഹം ആരും അറിയാതെ സ്വന്തം വീട്ടിൽ കയറി
ഭാര്യയുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചു. അന്ന് അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അന്നേ ദിവസത്തിലാണ് ഇബ്രാഹിം നബിയുടെ മാതാവ് ഗർഭിണിയായത്. ഹസ്രത്ത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെടുന്നു. ഒരു ദിവസം നമ്രൂദ് രാജാവിൻ്റെ കൊട്ടാര ജ്യോത്സ്യൻ അയാളോട് ഇങ്ങനെ പ്രസ്താവിച്ചു: ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായ ശിശുവിൻ്റെ ജനനത്തിന് ഹേതുവായ ബീജം അതിൻ്റെ പിതാവിൽ നിന്ന് മാതാവിൻ്റെ ഗർഭാശയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നമ്രൂദ് ഇത് കേട്ട് ഞെട്ടിപ്പോയി. അവന് കോപം അടക്കി വെക്കാൻ സാധിച്ചില്ല. ഗർഭിണിയായ വല്ല സ്ത്രീയും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനായി സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയാൾ ചാരന്മാരെ നിയോഗിച്ചു. വല്ല കുട്ടിയും പ്രസവിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അതിനെ കൊന്നുകളയാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൽപ്പന നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് ആ വർത്തമാനം അറിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് അപകടകരമായിരിക്കുമെന്ന് ഭയപ്പെട്ട് ഗ്രാമത്തിന് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പർവ്വത ഗുഹയിൽ പോയി അഭയം പ്രാപിച്ചു. ആ ഗുഹയിൽ വെച്ച് തന്നെ അവരുടെ പ്രസവം നടന്നു. കുട്ടിയെ ഗുഹയുടെ അന്തർഭാഗത്തുള്ള ഗുഹയ്ക്കുള്ളിൽ ഒരു തുണി വിരിച്ച് അതിൽ കിടത്തി ഗുഹാമുഖം വലിയൊരു കല്ലുകൊണ്ട് അടച്ചിട്ട് മാതാവ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അവർ എല്ലാ വർത്തമാനങ്ങളും അന്ന് തന്നെ സ്വന്തം ഭർത്താവായ ആസറിനോട് പറഞ്ഞു. കുട്ടിക്ക് ജീവനാശം സംഭവിച്ചിരിക്കുമോ എന്ന് ആസർ പരിഭ്രമിക്കുന്നത് കണ്ടപ്പോൾ മരിച്ചു പോയിട്ടില്ലെന്നും ആ തുണിയിൽ കിടത്തിക്കൊണ്ടാണ് താൻ മടങ്ങിപ്പോകുന്നതെന്നും പറഞ്ഞു. ആസറിനെ അവർ സമാധാനപ്പെടുത്തി. അത് കേട്ടപ്പോൾ ആസറിന് മനസ്സമാധാനം ഉണ്ടായി. രാജാവ് അറിയാതെ കുട്ടിയെ വളർത്തുന്നതിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജാഗരൂകരായി. ആസർ മിക്ക സമയങ്ങളിലും ഗുഹയിൽ പോയി പരിശോധിക്കുക പതിവായി. മാതാവ് മുല കൊടുക്കാതിരുന്നപ്പോഴെല്ലാം കുട്ടി അതിൻ്റെ കൈവിരൽ വായിലിട്ട് ഉറിഞ്ചി ആ വിരലിൽ നിന്ന് വമിച്ചിരുന്ന പാൽ കുടിച്ചു. വിശപ്പ് ശമിപ്പിക്കാറായിരുന്നു പതിവ്. ഈ സ്ഥിതിയിൽ 9 മാസം കഴിയുന്നത് വരെ കുട്ടി ആ ഗുഹയിൽ തന്നെ കിടന്നു. ഒരു ദിവസം ആസർ ഗുഹയിൽ ചെന്ന് കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയുടെ വലം കൈയിൻ്റെ 1-ാമത്തെ വിരലിൽ നിന്ന് വെള്ളവും 2-ാമത്തെ വിരലിൽ നിന്ന് പാലും 3-ാമത്തേതിൽ നിന്ന് തേനും 4-ാമത്തേതിൽ നിന്ന് തേനും ഒഴുകുന്നതായി 5-ാമത്തേതിൽ നിന്ന് എണ്ണയും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി ആശ്ചര്യഭരിതമായ കാഴ്ച കണ്ടിരുന്നുവെന്ന് കഥകളിൽ പറയുന്നു. കുട്ടിക്ക് ഓരോ ദിവസത്തിലും ഓരോ ആഴ്ച കൊണ്ടുണ്ടാകുന്ന വളർച്ച കാണുകയും 15 മാസം കഴിഞ്ഞപ്പോഴേക്ക് പരസഹായമില്ലാതെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ സാധ്യമാവുകയും ചെയ്തിരുന്നുവെന്ന് നിവേദനങ്ങളുണ്ട്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര കാലമാണ് പ്രസ്തുത ഗുഹയിൽ കഴിച്ചു കൂട്ടിയതെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. 3 വർഷമായിരുന്നുവെന്നും 7 വർഷമായിരുന്നുവെന്നും 13 വർഷമായിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും വളർച്ചയും ബുദ്ധി സാമർഥ്യവും മാതാവിനെ അത്ഭുതഭരിതയാക്കി. അവർ അതിനെപ്പറ്റി കൂടെ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കുക പതിവായിരുന്നു. അള്ളാഹു ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ അക്കൂട്ടത്തിൽ പെടാൻ പരിശ്രമിക്കണം. ഓരോ കഥകളും കേൾക്കുമ്പോൾ നമുക്കതിൽ എന്താണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക. ഒന്നും ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല പലർക്കും, പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അത്രയെങ്കിലും ചെയ്താൽ തന്നെ നാം വിജയിച്ചവരിൽ പെട്ടു എന്ന് പറയാം. സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.